ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെട്ടുള്ള വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ ക്ലിഫ് ഹൗസിൽ നിർണായക കൂടിക്കാഴ്ച. മുഖ്യമന്ത്രിയും DGPയുമായുള്ള കൂടിക്കാഴ്ചയിലേക്ക് ക്രൈംബ്രാഞ്ച് ADGP H. വെങ്കിടേഷിനെ വിളിപ്പിച്ചു. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച വിവാദമായതോടെ ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്ന് അജിത് കുമാറിനെ നീക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തർക്കെതിരെ ഉയർന്ന വെളിപ്പെടുത്തലുകൾ ഇടതുമുന്നണി ചർച്ചയ്ക്കെടുത്തേക്കും. മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഗൗരവമായി ചർച്ച ചെയ്യണമെന്നുള്ളതാണ് CPIയുടെ നിലപാട്. ഈ വാർത്തയുടെ വിശദാംശങ്ങളും അമൽ നൽകും. അമൽ, മുന്നണിയിൽ ഏത് തരത്തിൽ, അതായത് പല പ്രശ്നങ്ങളിലും നമ്മൾ കണ്ടു, നേരത്തെ CPI സംസ്ഥാന സെക്രട്ടറിക്ക് എങ്ങനെയാണ് ഓരോ വിഷയത്തിൽ പ്രതികരണം നടത്തിയതൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് മാറി ഒരു തരത്തിലുള്ള പ്രതികരണം അത് ചർച്ച ചെയ്യപ്പെട്ടാൽ പോലും പുറത്തേക്ക് അത്തരത്തിലൊരു നിലപാട് CPI പറയുമെന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ ഈ ഒരു അവസരത്തിൽ? നിലവിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധിയിലേക്ക് MR അജിത് കുമാറും അതോടൊപ്പം തന്നെ MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും MR അജിത് കുമാറിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളുടെ ഇടപെടലും എല്ലാം കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. പ്രത്യേകിച്ചും ഏതെങ്കിലും കഴിഞ്ഞ സമീപകാലത്ത് ഏതെങ്കിലും ഒരു CPM നേതാവിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ പ്രതിനിധിയുടെയോ ഭാഗത്തു നിന്നുമുണ്ടായ എന്തെങ്കിലും ഒരു നീക്കം പാർട്ടിയെ ഇതുപോലെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടാകില്ല. അത്ര വലിയ പ്രതിസന്ധിയിലേക്ക് MR അജിത് കുമാർ വിവാദം പാർട്ടിയെ കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. P. ശശിയെ സംബന്ധിച്ചിടത്തോളമാണ് എങ്കിൽ P. ശശിയെ സംരക്ഷിക്കുന്ന നിലപാട് CPM സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ശശിക്കെതിരെ അന്വേഷണം വേണ്ട, അൻവർ നടത്തിയ പരാമർശങ്ങളിൽ പരിശോധന വേണ്ട എന്നൊരു നിലപാട് പാർട്ടി സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിൽ കൂടി പാർട്ടിക്കുള്ളിൽ വലിയ തോതിലുള്ള അതൃപ്തി P. ശശിക്കെതിരെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. താഴെത്തട്ട് മുതൽ പാർട്ടിയുടെ സമ്മേളനങ്ങൾ നടക്കുന്ന സമ്മേളന കാലമാണ്. ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ലോക്കൽ സമ്മേളനം, ഏരിയ സമ്മേളനം, ജില്ലാ സമ്മേളനം അടക്കം നടക്കാനിരിക്കുന്നു. സംസ്ഥാന സമ്മേളനത്തിലേക്ക് എത്തുമ്പോഴേക്കും ഈ ഒരു വിവാദം എവിടെ എത്തി നിൽക്കും എന്നുള്ളൊരു ആശങ്ക പാർട്ടിക്കുണ്ട്. മാത്രമല്ല എല്ലായിടങ്ങളിലും P. ശശിക്കും ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിക്കുമെതിരായ വിവാദങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമായി തന്നെ വരും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. പക്ഷേ എടുത്തു ചാടിയൊരു നടപടിയിലേക്ക് പോകേണ്ട എന്നുള്ളതാണ് പാർട്ടിയുടെ ഇപ്പോഴത്തെ ഒരു നിലപാട്. ഇന്നലെ രാത്രി ഒരു നിർണായകമായ കൂടിക്കാഴ്ച നടന്നിരുന്നു. ആ കൂടിക്കാഴ്ചയിൽ നമ്മൾ സുപ്രധാനമായ തീരുമാനങ്ങളും പ്രതീക്ഷിച്ചു. പക്ഷേ തീരുമാനങ്ങളൊന്നും ഉണ്ടായില്ല. മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലെത്തി DGP കൂടിക്കാഴ്ച നടത്തി. തൊട്ടു പിന്നാലെ ADGP H. വെങ്കിടേഷ് കൂടി അവിടെ എത്തിയപ്പോൾ നമ്മൾ വിചാരിച്ചത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു തീരുമാനം, പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട് RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി എന്നതടക്കമുള്ള വിഷയങ്ങളിലെ ചർച്ച സജീവമായി നടക്കുകയാണ്. അപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തീരുമാനത്തിനുള്ള ഒരു യോഗം എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ അതിനുശേഷം ആ തീരുമാനത്തിനൊടുവിൽ വന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഒരു മാമി തിരോധാന കേസുണ്ട്. ആ തിരോധാന കേസ് അന്വേഷിക്കാൻ ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചുകൊണ്ട് H. വെങ്കടേഷിന് ഒരു ഉത്തരവിറങ്ങി. മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഔദ്യോഗികമായി ആ വിവരം മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്തു. അതിനപ്പുറത്തേക്ക് ഒരു തീരുമാനമുണ്ടായില്ല. നിലവിൽ എടുത്തു ചാടി MR അജിത് കുമാറിനെതിരെയോ P. ശശിക്കെതിരെയോ ഒരു നടപടി എടുക്കേണ്ടതില്ല എന്നുള്ളതാണ് തീരുമാനം. പക്ഷേ ഇവരെ രണ്ടുപേരെയും വെച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളൊരു ചോദ്യമാണ് പാർട്ടി പ്രവർത്തകർക്കിടയിൽ നിന്നും പൊതുസമൂഹത്തിനിടയിൽ നിന്നും ഇപ്പോൾ ഉയർന്നു വരുന്നത്. അക്ഷയ. ശരി, അമൽ തേനമ്പറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അത് ഏത് തരത്തിൽ ഇടത് മുന്നണിയിൽ നിന്ന് ഒരു പ്രതികരണം അല്ലെങ്കിൽ മറ്റു ഘടകകക്ഷികളിൽ നിന്നുണ്ടാകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നത് ഈ വിഷയത്തിൽ. CPM സർക്കാരും ഇത്രയും പ്രതിസന്ധിയിലാകുമ്പോൾ.